ഇന്ന് നമുക്ക് ഒരു റിസ്ക് ഇല്ലാത്തൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വല്ല പുട്ടിൻ്റെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കൂട്ടായിട്ട് നമുക്ക് കഴിക്കാം. ഇതിനായിട്ട് ഒരു 3 വല്യുള്ളി എടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലൊരു കുഞ്ഞ് വല്യുള്ളി ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി വേണം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വല്യുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 2 തക്കാളിയും കൂടി വേണേ. പിന്നെ ഇതാ വെളുത്തുള്ളിയും അതൊക്കെ വാടി വരുന്ന സമയത്ത് കുറച്ച് മുളകും പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. ഈ വഴറ്റി കൊടുക്കുമ്പോൾ അതിൻ്റെ പച്ചമണം ഒക്കെ പോയിട്ട് നല്ലൊരു മണം വരും. ഈ സമയം വരെ ഇത് വാട്ടി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനൊരു ഏകദേശം ഒരു 2 പിഞ്ചോളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 10-15 കാഷ്യൂനട്ട് ഞാനൊന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് അത് നന്നായിട്ട് തന്നെ അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണേ. ഈ തക്കാളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ വറ്റി വരണം. ഈ വാട്ടലാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. നന്നായിട്ട് തന്നെ വാട്ടി കൊടുക്കണേ. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എത്രയാണോ ഈ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ കസൂരി മേത്തിൻ്റെ ഒക്കെ ഫ്ലേവർ വേണമെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ഇതിലോട്ടൊരു 2 പിഞ്ച് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയും കൂടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റുമാണ്. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ.